രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 117ാമത്തെ എപ്പിസോഡിലേക്ക് രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണേണ്ടവർ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. നിങ്ങളിപ്പം 117 തൊട്ട് കണ്ടു തുടങ്ങുക. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച 12 മണിക്കാണ് രാധയുടെ പ്രണയം. വ്യാഴാഴ്ച ദിവസം 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്സാണ്. വെള്ളിയാഴ്ച മോക്ഷം വേണ്ടവർക്ക് ധർമ്മപദമാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ കൊല്ലത്താണ് ഞാൻ, എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാം. അതുകൂടാതെ പിന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഫലമുണ്ട്. പിന്നെ അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ 9645333999. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റിൽ നിന്ന് അഷ്ടാവക്ര ഗീത നിങ്ങൾ നിശ്ചയമായും കേൾക്കണം. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു കേൾക്കണം. ഹേയ് അച്ഛ മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. അപ്പം നമുക്ക് രാധയുടെ പ്രണയം തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനി വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം തുടങ്ങുകയാണ്.
ഓർമ്മിക്കുക, കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്, അത് കാണണം. രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ കാണണം. രാധാ സഹസ്രനാമം ഒരു പദമെങ്കിലും ഉച്ചരിച്ചാൽ എന്ന ഹെഡിങ്ങിൽ ഒരു വീഡിയോ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് രാധയുടെ പ്രണയത്തിൽ കിട്ടുന്നതാണ്. പിന്നെ രാധാ കവചം 2 ഉണ്ട്, ആ 2 കവചത്തിൻ്റെ ക്ലാസ്സും ഉണ്ട്. രാധാ കവചം പ്രത്യേക വീഡിയോ ആയിട്ട് നമ്മുടെ കൃഷ്ണപ്രിയ മനോഹരമായി ആലപിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വട്ടം ഗുരുവായൂർ വന്നപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് പ്രേമ എന്നെ വിളിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല ആളിനെ. അപ്പോൾ പ്രേമ അവൾ വന്നു, സാറേ ഗുരുവായൂരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ സാർ അവിടെ ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ തേടി വരികയാണ് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരിട്ടങ്ങനെ മുൻപൊരു പരിചയവുമില്ല പ്രേമയെ. പ്രേമയുടെ 2 കൂട്ടുകാരികളൊക്കെ ഈ ചാനലിനകത്ത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിവേ പ്രേമ വരികയും പ്രേമ എന്നെ വിളിച്ച് കൂടെ കൊണ്ടുപോവുകയും പ്രേമയുടെ വീട്ടിൽ കൊണ്ടുപോവുകയും, അപ്പോൾ അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു, പ്രേമയുടെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർ രാധാറാണിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, ഞാനതിന് മറുപടി പറഞ്ഞു. പിന്നെ പ്രേമ നന്നായി രാധാ കീർത്തനം ആലപിക്കും, നന്നായിട്ട് അപ്പം അങ്ങനെ ഒരു കൂട്ടുകാരി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ പാടുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രേമ അത് വളരെ മനോഹരമായി പാടി. പക്ഷേ സത്യത്തിൽ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് തന്നെയല്ലേ സത്സംഗം. ചൊല്ലുക, രാധാറാണിയെക്കുറിച്ച് ചോദിക്കുക, ആ പാട്ട് രാധാറാണിയുടെ കീർത്തനങ്ങൾ എല്ലാവരും ചേർന്ന് ആലപിക്കുക. അതുകൊണ്ട് തന്നെ ഞാനിത് റെക്കോർഡ് ചെയ്തില്ല. ഇത് പ്രേമ കേൾക്കുന്നു എങ്കിൽ, കാരണം ശരിക്കും പറഞ്ഞാൽ കുറേ നമ്പർ വന്ന് എനിക്ക് ഇതിനകത്ത് ഏതാ പ്രേമയുടെ നമ്പരെന്ന് തിരിയുന്നില്ല. ഞാൻ കുറേ വിളിച്ചു നോക്കി. പ്രേമ ഇത് കേൾക്കുന്നുവെങ്കിൽ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്കൊന്ന് അയച്ചു തരണേ. നമുക്ക് അടുത്ത രാധയുടെ പ്രണയത്തിൽ ഇടാൻ വേണ്ടിയാണിത്. രാധയുടെ പ്രണയം 117ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൃഷ്ണന്റെ അടുക്കൽ രാധയുടെ ദൂതന്മാര് വന്നു. കൃഷ്ണന്റെ അടുക്കൽ രാധയുടെ ദൂതന്മാര് വന്നതിന് ശേഷം എന്തു ചെയ്തു? രാധ ഒരു സന്ദേശം കൈമാറി ദൂതന്മാര്. അതിതാണ്, ദ്രൗപദിയെ ജരാസന്ധൻ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്നതാണത്. അതിൻ്റെ ഇടയിൽ ഒന്നും കൂടെ പറയട്ടെ, രാധാകുണ്ട്, അത് ഞാൻ പറയുന്നതാണ്, വിഷമിക്കേണ്ട. എല്ലാവർക്കും രാധാകുണ്ട് കേൾക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എങ്കിലും ഇത് കഴിഞ്ഞതിൻ്റെ അങ്ങേ എപ്പിസോഡിൽ നിർത്തിയെടുത്തെന്ന് ഞാൻ തുടങ്ങുകയാണ്. ആ ജരാസന്ധൻ ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരിക്കുന്നു. അത് പറഞ്ഞിട്ട് രാധയുടെ ദൂതൻ പോയി. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ ജ്യേഷ്ഠ. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ഇതെന്താണിത് കൃഷ്ണ? നമ്മുടെ ദ്വാരക അതിശക്തമാണ്, പക്ഷേ ദ്വാരകയിലെ ഒരു ചാരന്മാരും കണ്ടെത്താത്ത വിവരങ്ങൾ രാധയുടെ ചാരന്മാര് കണ്ടെത്തുന്നു. ഇത് എങ്ങനെ സംഭവിക്കുന്നു? ബർസാന ഒരു കൊച്ചു പ്രദേശമാണ്, അത് ദ്വാരകയേക്കാൾ വളർന്നിട്ടില്ല കൃഷ്ണ. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഈ വന്നത് രാധയുടെ ദൂതനല്ല. ബലരാമൻ ഞെട്ടിത്തെറിച്ചു. എന്ത്? ഈ വന്നത് രാധയുടെ ദൂതനല്ലെന്നോ? പിന്നെ ആരാണത്? ആരാണ്? നമ്മളെ വഞ്ചിച്ചവൻ ആരായാലും അവനെ വെറുതെ വിടില്ല. അവൻ അധിക ദൂരം പോയിട്ടില്ല. നമ്മുടെ ഭടന്മാർ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരും. കൃഷ്ണൻ പറഞ്ഞു, നമ്മുടെ ഭടന്മാർക്ക് ആ ദൂതനെ കിട്ടില്ല ജ്യേഷ്ഠ. കൃഷ്ണ, നീ അസംബന്ധം പറയരുത്. ദ്വാരകയുടെ ഭടന്മാർക്ക് കിട്ടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ ബലരാമൻ നേരിട്ട് പോകും. നേരിട്ട് പോയി അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരും. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠനും അവനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. എനിക്കും അവനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. കൃഷ്ണ, നീ ഒളിച്ചു കളിക്കാതെ കാര്യങ്ങൾ പറയൂ. ആരാണ് ആ ദൂതൻ? ആരാണ് ആ ദൂതൻ? എന്തിനാണ് നമ്മുടെ മുന്നിൽ കള്ളവേഷത്തിൽ വന്നത്? ആരുടെ ചാരനാണത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അത് എനിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട എൻ്റെ ചാരനാണ് ജ്യേഷ്ഠ. കൃഷ്ണ, നിനക്ക് പണ്ടേ ഉള്ളതാണ്. ആളുകൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നീ സംസാരിക്കും. നീ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറ. എനിക്കെല്ലാം നേരെ വാ നേരെ പോ എന്നതാണ്. കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠ, അല്പം മുമ്പ് ഇവിടെ വന്നത് രാധയുടെ ചാരനല്ല, രാധ തന്നെയാണ്. ബലരാമൻ ജ്യേഷ്ഠൻ ഞെട്ടിപ്പോയി.
രാധയോ? കൃഷ്ണ, നീ എന്താണ് ഈ പറയുന്നത്? നമ്മുടെ മുമ്പിൽ രാധ വന്നെന്നോ? രാധ ബർസാനയിലുള്ള രാധ എങ്ങനെ ഇവിടെ വന്നു? എങ്ങനെ ഇവിടെ വന്നു? അസംഭാവ്യം. ബർസാനയിലുള്ള രാധ എങ്ങനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നു? ജരാസന്ധൻ ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകുന്ന വിവരം അതീവ രഹസ്യമായിട്ട് അവരുടെ കൂടാരത്തിൽ ഇരുന്ന് സംസാരിക്കുന്നത് ബർസാനയിലിരുന്ന് രാധ അറിഞ്ഞിട്ട് മറ്റൊരു വേഷത്തിൽ ഇവിടെ വന്നു എന്നോ? കൃഷ്ണ, നീ എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട. നീ എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട കൃഷ്ണ. സത്യം പറ കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധയെ പിന്നെ ജ്യേഷ്ഠൻ അറിയില്ല. ജ്യേഷ്ഠ, അവൾ എനിക്ക് വേണ്ടി എന്തും ചെയ്യും. അവൾ എനിക്ക് വേണ്ടി എന്തും ചെയ്യും. എനിക്ക് വേണ്ടി അവൾ ഓടി നടക്കുകയാണ്. അവളുടെ കൂടെ ചാരന്മാരുണ്ട്. പക്ഷേ നിർണായക സ്ഥലങ്ങളിലെല്ലാം രാധ എത്തിയിരിക്കും. രാധ പറഞ്ഞാണ് ജ്യേഷ്ഠ ഞാൻ പലതും അറിയുന്നത്. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, നീ എന്താ ഇപ്പൊ പറയുന്നത്? അപ്പൊ ഇപ്പൊ ബർസാനയിൽ രാധ ഇല്ല എന്നാണോ പറയുന്നത്? കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ബർസാനയിൽ രാധയുണ്ട്. അപ്പോൾ രാധ ഇവിടെ വന്ന സമയത്തോ? ആ സമയത്തും രാധയുണ്ട്. ജ്യേഷ്ഠന് രാധയെ അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അവൾ ഒരേ സമയം പല പല ദിക്കുകളിലേക്ക് പോകും. കൃഷ്ണ, നീ ഈ ഭ്രാന്ത് പറയുന്നത് മതിയാക്കൂ. ഇത് രാധയല്ല. കൃഷ്ണൻ അപ്പൊ കൈയെടുത്തടിച്ചു. ആരുടെ? അപ്പോൾ 4 ഭടന്മാരോടി വന്നു. കൃഷ്ണൻ പറഞ്ഞു, ഇവിടെ നിന്നൊരു ദൂതൻ പോയി. അവൻ അധിക ദൂരം പോയിട്ടില്ല. ആരായാലും നിങ്ങൾ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരൂ. ഇത് കൃഷ്ണന്റെ ആജ്ഞയാണ്. ഭടന്മാര് പെട്ടെന്ന് 4 ദിക്കിലേക്കും പോയി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഏറിയാൽ ഒരു നാഴികയ്ക്കപ്പുറം ആ ദൂതൻ പോയി കാണാൻ വഴിയില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഭടന്മാർ ഇവിടെ വളഞ്ഞിട്ടുണ്ട്. അവരുടെ കയ്യിൽപ്പെടും. ബലരാമൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതെ, അവരുടെ കയ്യിൽപ്പെടും. എന്നാൽ ജ്യേഷ്ഠൻ അല്പനേരം ക്ഷമയോടുകൂടി കാത്തിരിക്കൂ. നേരം കുറച്ചു കഴിഞ്ഞപ്പോൾ ഭടന്മാര് വന്നിട്ട് പറഞ്ഞു, പ്രഭു, അങ്ങനൊരാളില്ല. അങ്ങനൊരാൾ ഇവിടെ എങ്ങുമില്ല. ബലരാമൻ പറഞ്ഞു, എന്ത്? അങ്ങനൊരാൾ ഇവിടെ എങ്ങുമില്ലെന്നോ? നിങ്ങൾ ഇവിടെ മുഴുവനും പരിശോധിച്ചോ? അപ്പോൾ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദ്രുപദന്റെ അതിർത്തി മുഴുവനും നമ്മുടെ സൈന്യത്തിലെ ആളുകൾ നിപ്പുണ്ട്. അത് വളഞ്ഞിരിക്കുകയാണ്. അവിടെ അവരുടെ കണ്ണിൽ പെടാതെ ഒരാൾക്കും അകത്ത് കയറാൻ പറ്റില്ല. ഒരാൾക്കും തിരിച്ചു പോകാനും പറ്റില്ല. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ആരും ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടുമില്ല എന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളൂ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, രാധയെക്കുറിച്ച് ജ്യേഷ്ഠൻ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അവളെ ജ്യേഷ്ഠൻ മനുഷ്യ സ്ത്രീയായിട്ട് കാണുന്നതാണ് കുഴപ്പം. കൃഷ്ണ, നീ പിന്നെ അവൾ ദേവതയാണെന്നാണോ പറഞ്ഞു വരുന്നത്? കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അവൾക്കൊരു കാര്യം അവളോട് പറഞ്ഞിട്ടുണ്ട്. നിനക്കെപ്പോൾ എന്നെ കാണണമെന്ന് തോന്നുന്നുവോ അപ്പോൾ നിനക്ക് എൻ്റെ മുന്നിലെത്താം. രാധയ്ക്കെപ്പോൾ എന്നെ കാണണമെന്ന് തോന്നിയാലും അവൾ എൻ്റെ മുന്നിലെത്തിയിരിക്കും. അവൾ എല്ലാ ദിക്കുകളിലും നിറഞ്ഞു നിൽപ്പുണ്ട്. അവളുടെ ചെവിയിൽ പെടാത്തതൊന്നുമില്ല. ഞാൻ ഇവിടെ ഇരുന്നാൽ മതി. ജ്യേഷ്ഠ, ഇത്ര ശാന്തനായി ഞാൻ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ലേ? ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് നടക്കുന്ന വിവരങ്ങളും എന്നിലേക്ക് എത്തിക്കുന്നത് എൻ്റെ രാധയാണ്. അവളാണ് എൻ്റെ കവചം. എൻ്റെ കവചം രാധാ കവചമാണ് ജ്യേഷ്ഠ. രാധാ കവചം ധരിച്ച ഞാൻ നിർഭയനാണ്. എൻ്റെ ശരീരത്തിലേക്ക് ഒരു ഇരുമ്പിനു പോലും രാധാ കവചം ധരിച്ചിരിക്കുന്നത് കൊണ്ട് രാധയുടെ അനുവാദമില്ലാതെ കയറാൻ പറ്റില്ല. കൃഷ്ണൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അമ്പരന്നിരിക്കുന്ന ബലരാമൻ ജ്യേഷ്ഠനെ നോക്കിയിട്ട് പറഞ്ഞു, ജ്യേഷ്ഠന് വേണമെങ്കിലും രാധാ കവചം ധരിക്കാം. ഒന്നും പിടികിട്ടാതെ അമ്പരന്നിരിക്കുന്ന ബലരാമൻ ജ്യേഷ്ഠനെ നോക്കി. അപ്പൊ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് എന്താണ്
എന്താണ് മറുപടി? കൃഷ്ണൻ പറഞ്ഞു, ആ മറുപടി അതാ ഇപ്പൊ തന്നെ അവിടെ ചെന്നു കഴിഞ്ഞു ജ്യേഷ്ഠ. ഈ അത്രയും പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ പുഞ്ചിരിയോടുകൂടി ഇറങ്ങിപ്പോയി. ബലരാമന് ഒന്നും മനസ്സിലാകാതെ ബലരാമൻ ജ്യേഷ്ഠൻ അമ്പരന്നിരുന്നു. ഈ സമയത്ത് വിദന്തനും മകനും ജരാസന്ധന്റെ കൂടാരത്തിലേക്ക് ചെല്ലുകയാണ്. ജരാസന്ധൻ അല്പം ദേഷ്യം വന്നു. ജരാസന്ധൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്രയും താമസിച്ചത്? മഹാരാജാവെ അറിഞ്ഞില്ലേ? അതാ ദ്വാരകയിൽ നിന്ന് ശ്രീകൃഷ്ണനും ബലരാമനും വന്നു. അവർ കൊട്ടാരത്തിൽ പോയി ദ്രുപദനെ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് ജനങ്ങൾ അവരെ പൊതിഞ്ഞിരിക്കുകയാണ്. വൻ ജനക്കൂട്ടത്തെയാണ് അവരെ ആകർഷിക്കുന്നത്. നമുക്ക് വരാൻ കഴിയാത്ത വിധം അവിടെ ആളുകൾ വളഞ്ഞിരിക്കുകയാണ്. ജരാസന്ധന്റെ മുഖം ചുമന്നു. ആ ഗോപാലൻ ചെറുക്കൻ ഇവിടെ വന്നെന്നോ? അവൻ ഇവിടെ എന്തിനു വന്നു? അവൻ രാജകുമാരനല്ലല്ലോ. അവൻ പശുവിനെ മേയ്ക്കുന്നവനെ ആരാണ് ഇവിടെ വിളിച്ചത്? പ്രഭോ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ രാജാവാണോ അല്ലയോ എന്നതല്ല പ്രശ്നം. അവൻ വൻ ജനക്കൂട്ടത്തെയാണ് ആകർഷിക്കുന്നത്. അവനെ കാണാൻ വേണ്ടി രാജാക്കന്മാര് വരെ അവിടെ എത്തുന്നു. വിരാട രാജാവ്, ഭോജ രാജാവ്, കുരുവംശം, അവരെല്ലാം കൃഷ്ണനെ സ്വീകരിക്കാൻ എത്തുന്നു പ്രഭോ. എന്നു മാത്രവുമല്ല, ജനങ്ങള് വസുദേവ കൃഷ്ണൻ വിജയിക്കട്ടെ, വസുദേവ കൃഷ്ണൻ വിജയിക്കട്ടെ എന്നാർത്തു വിളിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ജരാസന്ധന്റെ കണ്ണുകൾ കുറുകിയിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കൃഷ്ണനെ സ്വീകരിക്കാൻ ദ്രുപദൻ നേരിട്ട് പോയോ? അപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ അതിബുദ്ധിമാനാണ്. കൃഷ്ണൻ തന്നെ ദ്രുപദനോട് പറഞ്ഞു, അങ്ങനെ സ്വീകരിക്കാൻ വരണ്ട, അത് വലിയ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് ദൃഷ്ടദ്യുമ്നനും സത്യാജിത്തുമാണ് വന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ സംഭവം അരങ്ങേറിയിരിക്കുന്നു. ജരാസന്ധൻ തൻ്റെ കാതുകൾ കൂർപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ കൗരവരുമായി ഒരു ഒത്തുതീർപ്പിലെത്തി. അതിൻ്റെ ഭാഗമായിട്ട് പുഷ്കര കൗരവര് തിരിച്ചു കൊടുത്തു. പക്ഷേ ദ്രൗപദിയെ ദുര്യോധനന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് കൃഷ്ണൻ സമ്മതിച്ചു. ജരാസന്ധൻ ഉച്ചത്തിലലറി, അസംഭാവ്യം, അസംഭാവ്യം! ഈ ഗോപാല ചെറുക്കൻ, ഈ ആട്ടിടയൻ എൻ്റെ എല്ലാ പദ്ധതികളെയും തകിടം മറിക്കുകയാണവൻ. ഇതാരാണ് നിന്നോട് പറഞ്ഞത്? ഇതാരാണ് നിന്നോട് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഇത് ഇപ്പോൾ അറിയാത്തതായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. കംസന്റെ അല്ല ജരാസന്ധന്റെ മുഖം ചുവന്നു. ജരാസന്ധൻ അവിടെ ഇരുന്നൊരു ഭടനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് സഹദേവൻ വന്ന് എന്നെ കാണാൻ പറയൂ. കാരണം സഹദേവൻ പോയിരിക്കുന്നത് ദ്രൗപദിയെ തട്ടിക്കൊണ്ടുവരാനാണ്. ആപത്താണ്. കൃഷ്ണനുണ്ട്, 1000 കണ്ണുകളാണ്. ജരാസന്ധൻ വിചാരിച്ചു, അതെ, കൃഷ്ണൻ അവൻ തനിക്കൊത്ത എതിരാളിയാണ്. അവൻ തനിക്കൊത്ത എതിരാളിയാണ്. ഈ ഭൂഖണ്ഡത്തിൽ എനിക്കൊത്ത ഒരേ ഒരു എതിരാളിയേ ഉള്ളൂ. അത് കൃഷ്ണനാണ്. അത് കൃഷ്ണനാണ്. എൻ്റെ എല്ലാ പദ്ധതികളെയും അവൻ തകിടം മറിക്കും. അവൻ ബുദ്ധി കൊണ്ട് കളിക്കുമ്പോൾ ബലരാമൻ ശക്തി കൊണ്ട് കളിക്കുന്നു. ഞാൻ കംസനെ മുൻനിർത്തി ഈ പ്രദേശത്തിൻ്റെ ചക്രവർത്തിയാകാനാണ് തീരുമാനിച്ചത്. കംസനെ അവൻ കൊന്നുകളഞ്ഞു. ഗോമന്തകത്തിൽ വെച്ച് അവൻ എന്നെ തോൽപ്പിച്ചു. എൻ്റെ ജീവൻ ദാനം തന്നുവിട്ടു. എനിക്കത് മറക്കാൻ പോലും കഴിയില്ല. ചേദിയും വിദർഭയുമായി അവൻ സഖ്യമുണ്ടാക്കി. ചേദിയെയും വിദർഭയെയും എന്നോടൊപ്പം ഞാൻ നിർത്താൻ ശ്രമിച്ചതാണ്. എൻ്റെ കൺമുന്നിൽ വെച്ചാണ് വിദർഭ രാജകുമാരിയായ രുക്മിണിയെ കൃഷ്ണൻ തട്ടിക്കൊണ്ടുപോയത്. മധുര ഞാൻ ചുട്ടരിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരാളെപ്പോലും അവൻ അവശേഷിച്ചിട്ടില്ല. ഈ കൃഷ്ണന്റെ ബുദ്ധിശക്തി അപാരമാണ്. കൗരവരും കൃഷ്ണനും ദ്രുപദനും കൂടെ ഒന്നിച്ചു ചേർന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കൃഷ്ണനെ ഇല്ലാതാക്കാൻ ഒരു വഴിയേ ഉള്ളൂ, രാധ.
രാധ അവളെയാണ് തട്ടിക്കൊണ്ടു പോകേണ്ടത്, ദ്രൗപദിയെ അല്ല. പക്ഷെ എങ്ങനെ ഒരിക്കൽ ഞാൻ പോയതാണ്. ബർസാനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണന്റെ സുദർശന ചക്രം വന്നു. അതിനെ തടുക്കാൻ ഒരെണ്ണം കണ്ടുപിടിക്കണം. അതിനെ തടുക്കാൻ കണ്ടുപിടിക്കുന്നത് വരെ ഈ കേശവൻ അജയ്യനാണ്. അല്ലെങ്കിൽ രാധയെ എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിലേക്ക് എത്തിക്കണം. അതസാധ്യമാണ്. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ ദ്രൗപദിയുടെ അടുക്കലേക്ക് വന്നു. ദ്രൗപദിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ശകുനി നിന്നെ കാണാൻ വന്നിരിക്കുന്നു. ദുര്യോധനന് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ പറഞ്ഞു, ദുര്യോധനൻ എന്നെ ആഗ്രഹമോ? കുരുവംശത്തിലേക്ക് ഞാൻ പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പൊ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, ഇത് കൃഷ്ണൻ പറഞ്ഞതാണ്. ദ്രൗപദി കോപിച്ചു. കൃഷ്ണനോ? കൃഷ്ണൻ രണ്ടിടത്ത് നിൽക്കുകയാണ്. കൃഷ്ണന് ഇരട്ട നിലപാടാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡാണ്. കൃഷ്ണൻ നമ്മുടെ പക്ഷത്തും നിൽക്കുന്നു. നമ്മുടെ മുഖ്യ ശത്രുവായ കൗരവരുടെ പക്ഷത്ത്, ദ്രോണന്റെ പക്ഷത്തും നിൽക്കുന്നു. ദൃഷ്ടദ്യുമ്ന, കൃഷ്ണൻ നമ്മളെ ചതിക്കുകയാണോ? സ്വന്തം സഹോദരന്മാരെ കൊന്നവനാണ് ഈ ദുര്യോധനൻ. അവനെയാണ്, സ്വന്തം ഭാര്യയെ വരെ അവൻ കൃഷ്ണന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടവനാണ്. അവനെയാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? ആ സമയത്ത് ദ്രുപദൻ ഒരു സിംഹത്തെ പോലെ മുരണ്ടുകൊണ്ടുവന്നു. ദ്രുപദൻ പറഞ്ഞു, മകളെ കൃഷ്ണൻ ചതിക്കുകയാണ് നമ്മളെ. കൃഷ്ണൻ ആ പുഷ്കര തീർത്ഥത്തിന്റെ പേരിൽ കൗരവരുമായി ഒത്തുതീർപ്പിലെത്തിക്കഴിഞ്ഞു മകളെ. ഒരു തുള്ളി രക്തം ചിന്താതെ കൃഷ്ണന്റെ അധീനതയിലുള്ള പുഷ്കര തീർത്ഥം പിടിച്ചെടുത്തത് അവര് തിരിച്ചു കൊടുത്തിരിക്കുന്നു. പകരം ദ്രൗപദിയെ ദുര്യോധനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് വാക്കുകൊടുത്തിരിക്കുന്നു. അസംഭാവ്യം. കൃഷ്ണൻ നമ്മളെ ചതിക്കുകയായിരുന്നു മോളെ. ദ്രൗപദിയുടെ കണ്ണുകളിൽ അഗ്നി പാറി. ഈ സമയത്ത് മന്ത്രി ഉത്ബോധനൻ വന്നിട്ട് പറഞ്ഞു, ജരാസന്ധപുത്രൻ സഹദേവൻ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ ദ്രുപദൻ പറഞ്ഞു, ഇതാ അടുത്ത ആയുധം വന്നിരിക്കുന്നു. അദ്ദേഹം സഹദേവനെ കാണാൻ പോയി. ജരാസന്ധന്റെ പുത്രൻ വന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, ജരാസന്ധ ചക്രവർത്തി പറയുന്നു, അദ്ദേഹത്തിന്റെ ചെറുമകനായ മേഘസന്ധിയും ദ്രൗപദിയും തമ്മിലുള്ള വിവാഹം അങ്ങ് ഉറപ്പിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, ദേ നോക്കൂ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി, സ്വയംവരമാണ്. അപ്പോൾ പറഞ്ഞു, പറ്റില്ല, ഇത് ജരാസന്ധ ചക്രവർത്തിയുടെ ഉത്തരവാണ്. മേഘസന്ധി ദ്രൗപദിയെ വിവാഹം കഴിച്ചാൽ ആ നിമിഷം ഞങ്ങളുടെ സേനയും അങ്ങയുടെ സേനയും ഒന്നാകും. അതിനെ നയിക്കുന്നത് ദ്രുപദനായ അങ്ങായിരിക്കും. എങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങയുടെ മുഖ്യ ശത്രുവല്ലേ ദ്രോണൻ. ദ്രോണന്റെ തലയെടുത്ത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിരിക്കും. അപ്പോൾ ദ്രുപദൻ വിചാരിച്ചു, രഹസ്യം തുറന്നു പറയാൻ സമയമായി. അദ്ദേഹം പറഞ്ഞു, സഹദേവ, എൻ്റെ മകൾ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അവൾ ഇവിടെ ഒരു പരീക്ഷ വെച്ചിട്ടുണ്ട്. ആ പരീക്ഷയിൽ ആരാണോ ജയിക്കുന്നത് അവരെ മാത്രമേ അവൾ വിവാഹം കഴിക്കൂ. ഗുരു സാന്ദീപനിയാണ് ആ പരീക്ഷണം ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ സഹദേവൻ ഞെട്ടിപ്പോയി. സഹദേവൻ പറഞ്ഞു, എന്ത്? അപ്പോൾ പറഞ്ഞു, അതെ, അതിൽ വിജയിക്കുന്നവന് മാത്രമേ എൻ്റെ മകള് കല്യാണം കഴിച്ചു കൊടുക്കൂ. അപ്പോൾ സഹദേവൻ പറഞ്ഞു, മേഘസന്ധി അത് വിജയിക്കില്ല. കാരണം അവന് ഗദായുദ്ധത്തിലാണ് പ്രാവീണ്യം. ഇത് അസംഭാവ്യമാണ്. ഇത് കുഴപ്പങ്ങൾ വിളിച്ചു വരുത്തും. അപ്പോൾ ദ്രുപദൻ പറഞ്ഞു, ഞാനൊരു നിർദ്ദേശം വെക്കട്ടെ. അപ്പൊ ചോദിച്ചു, എന്താണ്? ജരാസന്ധ മഹാരാജാവ് പങ്കെടുക്കട്ടെ. അദ്ദേഹം വില്ലാളി വീരനാണല്ലോ.
അദ്ദേഹം ഇതിൽ പങ്കെടുക്കട്ടെ. അപ്പോൾ സഹദേവന് കോപം വന്നു. എൻ്റെ പിതാവിനെ അപഹസിക്കുകയാണോ? ഒരിക്കലുമല്ല, ഇത് എനിക്ക് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ഇതെൻ്റെ അഭ്യർത്ഥനയാണ്. നോക്കൂ സഹദേവ, ഈ പരീക്ഷണത്തിൽ ആര് ജയിച്ചാലും അവരെ എൻ്റെ മകൾ വിവാഹം കഴിക്കും. ജരാസന്ധന്റെ പ്രായം ഒരു പ്രശ്നമല്ല. ജരാസന്ധൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുരുവംശരെ അകറ്റി നിർത്താൻ പറ്റും. അതിനു വേണ്ടിയാണ്. അപ്പോൾ ചോദിച്ചു, കുരുവംശരി ജയിച്ചാലോ? അപ്പോൾ ദ്രുപദൻ തീർത്തു പറഞ്ഞു, എൻ്റെ മകളെ ദുര്യോധനന് കൊടുക്കില്ല, ദ്രോണന്റെ മകൻ അശ്വത്ഥാമാവിനും കൊടുക്കുകയില്ല. എനിക്ക് ജരാസന്ധന്റെ സഹായം വേണം. ജരാസന്ധൻ ഈ മത്സരത്തിൽ പങ്കെടുക്കണം, പങ്കെടുത്ത് വിജയിക്കണം. അതെന്റെ ആഗ്രഹമാണ്. എൻ്റെ മകളെ ഞാൻ ജരാസന്ധന് കൊടുക്കാം, എന്നിട്ട് നമുക്ക് പടമഴിക്കാം. ദ്രോണന്റെ ശിരസ് എനിക്ക് വേണം. സഹദേവൻ പറഞ്ഞു, ആര് ജയിച്ചാലും തോറ്റാലും ശരി തന്നെ, മേഘസന്ധി അല്ലെങ്കിൽ എൻ്റെ പിതാവ് സമ്മതിച്ചാൽ പിതാവ്, മറ്റൊരാൾക്ക് ദ്രൗപദിയെ കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പൊ സഹദേവന് ദേഷ്യം അപ്പോൾ ദ്രുപദന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ ആർക്കെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അത് നിർത്തിയേരേ. കൊടും കാറ്റുപോലെ സഹദേവൻ പോയി. കൊടും കാറ്റുപോലെ ദ്രുപദൻ മകളുടെ അടുക്കലേക്ക് വന്നു. ആകെ കലങ്ങി മറിയുന്ന ഒരു അന്തരീക്ഷം. ദ്രുപദൻ മകളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മോളെ, കൃഷ്ണൻ ചതിച്ചു, കൂടെ നിന്ന് ചതിച്ചു. നമ്മള് കുരുവംശത്തെ ഒരു മര്യാദയുടെ പുറത്താണ് നമ്മൾ ക്ഷണിച്ചത്. കുരുവംശത്തിൽ പിറന്നവരെ ഇതിൽ പങ്കെടുക്കാൻ ദ്രോണർ അനുവദിക്കുമെന്ന് നമ്മൾ കരുതിയില്ല. നോക്കൂ, അവിടുന്ന് വന്ന ദുര്യോധനൻ വില്ലാളി വീരനാണ്. കർണൻ, അശ്വത്ഥാമാവ്, ഇവരൊക്കെ വില്ലാളി വീരന്മാരാണ്. നമ്മൾ പെട്ടിരിക്കുകയാണ്. അവരിൽ ഒരാൾ ജയിച്ചാൽ നിനക്ക് അവരെ കല്യാണം കഴിക്കേണ്ടി വരും. നീ കുരുവംശത്തിന്റെ ബന്ധുവാകും. പിന്നെ ദ്രോണരുടെ തല എങ്ങനെ എടുക്കും? അപ്പോൾ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ പേര് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ്രൗപദിക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാമല്ലോ. ആരും ജയിച്ചില്ലെങ്കിലും ദ്രൗപദിക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാമല്ലോ. അപ്പോൾ പറഞ്ഞു, ദ്രുപദൻ പറഞ്ഞു, അവിടെയാണ് കുഴപ്പം. ജരാസന്ധൻ നമ്മുടെ മകളെ തട്ടിക്കൊണ്ടുപോകും അങ്ങനെ സംഭവിച്ചാൽ. ഇതിനെല്ലാം കാരണക്കാരൻ കൃഷ്ണനാണ്. നമ്മളെ അറവും മാടുകളാക്കി കഴിഞ്ഞിരിക്കുന്നു. ദ്രൗപദി, നിന്നെ ജരാസന്ധൻ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതി ഇട്ടിരിക്കുന്നു. അപ്പൊ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, വസുദേവ കൃഷ്ണൻ ചതിക്കുമെന്ന് പിതാശ്രീക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. നോക്കൂ, ഉദ്ധവൻ വില്ലാളി വീരനാണ്, സാത്യകി വില്ലാളി വീരനാണ്. പക്ഷെ അവരെ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല. കൃഷ്ണൻ എന്തോ ഉദ്ദേശമുണ്ട്. കൃഷ്ണൻ കുരുസഭയിൽ നേരിട്ട് പോയി അവിടെ വെച്ച് വാക്കുകൊടുത്തു, ദ്രൗപദിയെ ദുര്യോധനന് കൊടുക്കാമെന്ന്. എന്നിട്ട് നമ്മുടെ മുന്നിൽ ഒരായുധ വിദ്യ എന്ന പ്രഹസനം വെച്ചതാണ്. ചതിക്കുകയായിരുന്നു വസുദേവ കൃഷ്ണൻ. ദ്രൗപദിയും പല്ലിറുമി. കാര്യങ്ങൾ കലങ്ങി മറിയുകയാണ്. അതെ, കൃഷ്ണൻ ചതിക്കുകയാണ്, കൃഷ്ണൻ ചതിക്കുകയാണെന്ന് ദ്രൗപദിയും പറഞ്ഞു. ആ സമയത്ത് മന്ത്രി വന്നിട്ട് പറഞ്ഞു, പ്രഭോ, നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ശിഖണ്ഡി തിരിച്ചു വന്നിരിക്കുന്നു. ദ്രുപദൻ ചാടി എഴുന്നേറ്റു. എന്ത്? ശിഖണ്ഡി തിരിച്ചു വന്നിരിക്കുന്നു എന്നോ? എവിടെ എവിടെ ശിഖണ്ഡി? ശിഖണ്ഡി പുറത്തു നിൽക്കുകയാണ്. ശിഖണ്ഡി പുറത്തു നിൽക്കുകയാണ്. ദ്രൗപദിയുടെ മുഖത്ത് സന്തോഷം വിടർന്നു. അതെ, തൻ്റെ ആ അനുജൻ ശിഖണ്ഡി തിരിച്ചു വന്നിരിക്കുന്നു. ദൃഷ്ടദ്യുമ്നൻ, സത്യാജിത്ത് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ദ്രുപദൻ പറഞ്ഞു, അവൻ എവിടെ? അവൻ എവിടായിരുന്നു? അവൻ തനിച്ചാണോ? അവൻ എന്തു പറഞ്ഞു? അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി കേട്ട് ഞെട്ടിപ്പോയി. അതേ, ശിഖണ്ഡി പറഞ്ഞു, എന്നെ രാധ പറഞ്ഞയച്ചതാണ്. എന്നെ രാധ പറഞ്ഞയച്ചതാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ. ദ്രുപദനും ദ്രൗപദിയും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, രാധയോ?
രാധയോ രാധയോ. അതെ, നിർണായക സമയത്ത് രാധാറാണി രംഗപ്രവേശം ചെയ്യുകയാണ്. ശിഖണ്ഡി വന്നിരിക്കുകയാണ്. ശിഖണ്ഡിയുടെ മറുപടി പലരെയും ഞെട്ടിക്കാൻ പോകുന്ന മറുപടികളാണ്. ദ്രൗപദിയുടെ സ്വയംവരത്തിൽ ഞെട്ടിക്കുന്ന കഥകൾ പറയാനാണ് ശിഖണ്ഡി വന്നിരിക്കുന്നത്. അതെന്താണ് അതെന്താണ് അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാധാകുണ്ട്. അതെ, രാധാകുണ്ടും ഈ ഞെട്ടിക്കുന്ന സംഭവവും ഇവിടുത്തെ രാധാജിയുടെ പ്രസക്തി എന്ത്, അതുമായിട്ട് ഞാൻ അടുത്ത ചൊവ്വാഴ്ച വരും. നിങ്ങൾ കാത്തിരുന്നുകൊള്ളൂ, നിങ്ങൾ കാത്തിരുന്നുകൊള്ളൂ. ശിഖണ്ഡിയുടെ സംരക്ഷണം രാധാജിക്കോ? അതെ, അടുത്ത ചൊവ്വാഴ്ച കാണാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.